നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യാ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാറളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കാർഷികോൽപ്പന്ന സ്റ്റാളുകളും കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ബോധവത്കരണ ക്ലാസുകളും ഉൾപ്പെടുന്നതായിരുന്നു പരിപാടി. ഊരകം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും തൃശൂർ ജില്ലാ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. ഒല്ലൂർ സെന്ററിൽ തകർച്ചാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് നിവേദനം. വാർത്തകൾ വിശദമായി. പാറളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കാർഷികോൽപ്പന്ന സ്റ്റാളുകളും കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ബോധവത്കരണ ക്ലാസുകളും ഉൾപ്പെടുന്നതായിരുന്നു പരിപാടി. പാറളം കൃഷിഭവൻ കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയും കർഷക സഭയും ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ്. ഞാറ്റുവേല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയും എൻ്റെ അമ്മൂമ്മയൊക്കെ ഞാൻ ഓർമ്മ വയ്ക്കുകയാണ്. മുടിയുടെ തുമ്പ് വെട്ടുക, പിന്നെ ശരിക്കും പറഞ്ഞാൽ അവരൊരു പ്രകൃതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാറ്റുവേല എന്ന് പറയുന്നത് പ്രധാനമാണ്. എണ്ണ, മഞ്ഞള്, അതുപോലെ തന്നെ എള്ളുണ്ട, ഉള്ളിലേഖ്യം, ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പ്രകൃതി ഞാൻ കണ്ടുവരാറുണ്ട്. പക്ഷെ പ്രധാനമായും അങ്ങനെ മുതിർന്നവർക്ക് കിട്ടുന്ന അവരുടെ മനസ്സിൽ വരുന്ന കാഴ്ചപ്പാടുകളൊക്കെ അന്നത്തെ ഞാറ്റുവേല ഇങ്ങനെയായിരുന്നു. എത്ര ഐശ്വര്യമായിട്ടാണെന്നറിയാം. രാവിലെ എണ്ണയും മഞ്ഞളൊക്കെ തേച്ച് കുളിച്ച് കുറി തൊട്ട് പിന്നെ ഉലുവ പിഴിഞ്ഞ് കുടിക്കുക, ഇതൊക്കെ ഈ കർക്കിടക മാസത്തിൽ ഞാറ്റുവേലയ്ക്ക് തുടങ്ങി വെക്കുന്ന ആരോഗ്യ രക്ഷയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ചെയ്തികളാണ് നമ്മൾ മനുഷ്യർ. ഇന്നിപ്പോ അത് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, അല്ലേ? അന്നത്തെ ആളുകൾക്ക് അന്ന് അതൊക്കെ കഴിച്ചുകൊണ്ട് നല്ല ആരോഗ്യമായിട്ടുള്ള അമ്മമാരായിരുന്നു നമുക്ക്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ്, തിരുവാതിര ഞാറ്റുവേലൊക്കെ വന്നാൽ നന്നായി ശ്രദ്ധിക്കുന്ന ആ രീതി കാര്യങ്ങളൊക്കെ പണ്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടത് ഞാനിപ്പോഴും പല സമയങ്ങളായിട്ട് ഇങ്ങനെ ഓർത്തു പോകും. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ അധ്യക്ഷയായി. ഈ ചന്തയൊക്കെ വരുമ്പോൾ അതിൽ ഒരുപാട് കൃഷി ചെയ്തിട്ടുള്ള പറമ്പുകളിൽ നിന്നും പച്ചക്കറികൾ കൊണ്ടുവന്ന് അതിൻ്റെ സെയിലൊക്കെ നടക്കുന്നത് കാണാറുണ്ട്. എന്തായാലും ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണിത്. എങ്കിൽ കൂടെ നമ്മുടെ പാറളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സജീവമായിട്ട് കർഷകർ ഈ രംഗത്ത് വരാറുണ്ട്. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. മാത്രമല്ല, നമുക്ക് അറിയാം, കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ KYC നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ കുറേ പേർക്ക് അത് ലഭിച്ചിട്ടില്ല. അത് എന്തോ സാങ്കേതിക ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് കൃഷി ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കൃത്യമായി അന്വേഷിച്ച് കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നമ്മൾ കൃത്യത വരുത്തേണ്ടതാണ്. കാരണം നിലവിൽ കുറച്ച് പേരൊക്കെ വിളിക്കാറുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ആനുകൂല്യം കൃത്യമായി ലഭിക്കാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസന്റ് സ്റ്റാറ്റസ് നമ്മുടെ ആധാർ കാർഡ് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കൃത്യത വരുത്തേണ്ടതാണെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ചേർപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CD മാലിനി പദ്ധതി വിശദീകരണം നടത്തി. പാറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, പാറളം കൃഷി ഓഫീസർ ഡോക്ടർ DT മരിയ ഡൊമിനിക്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, പാറളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി ജൂബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് പല്ലിശ്ശേരി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ P പ്രദീപ്, ജൂബി മാത്യു, സെബി ജോസഫ്, പാറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രണിത സഹിൽ, ബിന്ദു ടീച്ചർ, ഡാലി ബിനോയ്, സുധ അനിലൻ, രാധാകൃഷ്ണൻ കടുപ്പിടി, KR അനൂപ്, റിൻസി ഷാബു, റോസ്മേരി അബേഷ്,
ER ജിഷ്രാജ, CM ഷക്കീർ, നിഖിൽ പള്ളിപ്പുറം, ഓമന മങ്ങാടൻ, ജില്ലാ കാർഷിക വികസന സമിതി അംഗം പിയ വോഗീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നടന്നു. തെങ്ങ് പരിപാലനം എന്ന വിഷയത്തിൽ പാർലം കൃഷി അസിസ്റ്റന്റ് KH നൌഷാദ്, പാലും പാലുൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി ഡയറി ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PR ചാന്ദിനി എന്നിവർ ക്ലാസ് നയിച്ചു. കാർഷികോൽപ്പന്ന സ്റ്റാൾ, പാലുൽപ്പന്ന സ്റ്റാൾ, തൈ വിതരണം എന്നിവ ഞാറ്റുവേല ചന്തയിൽ ഒരുക്കിയിരുന്നു. ഊരകം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും തൃശൂർ ജില്ല സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. ചെർപ്പ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, നേത്രവിഭാഗത്തിലെ ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ NB ഹിമ, ജില്ലാ കോർഡിനേറ്റർ VK രവി, ഒപ്റ്റോമെട്രിസ്റ്റുമാരായ അഞ്ജലി ചന്ദ്രൻ, മീര, ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ദീപക്, അജിത്ത്, സാന്ദ്ര, ആശാ വർക്കർമാരായ സുജന, സിന്ധു, ഗീത, അംബുജം, ചിത്ര, ഹസീന എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. 72 പേരാണ് നേത്രപരിശോധനയ്ക്ക് വിധേയരായത്. ഇതിൽ 17 പേർക്ക് റെറ്റിനോപ്പതി സ്ക്രീനിംഗും നടത്തി. തിമിര രോഗനിർണയം, കാഴ്ച പരിശോധന, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. ഒല്ലൂർ സെന്ററിൽ തകർച്ചാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് നിവേദനം. സുരേഷ് ചെമ്മനാടനാണ് തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിന് ഇതു സംബന്ധിച്ച നിവേദനം സമർപ്പിച്ചത്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ഒല്ലൂർ സെന്ററിൽ മേച്ചേരി എന്ന പേരിലുള്ള കെട്ടിടമാണ് തകർച്ചാവസ്ഥയിൽ നിൽക്കുന്നത്. ഒല്ലൂർ സെന്ററിൽ കല്ലൂർ പൊന്നൂക്കര ഭാഗത്തേക്ക് തിരിയുന്ന റോഡിന്റെ വലതുഭാഗത്താണ് അപകടാവസ്ഥയിലുള്ള മേച്ചേരി ബിൽഡിംഗ് ഉള്ളത്. വർഷങ്ങളോളം പഴക്കമുള്ള കെട്ടിടം അത്യന്തം തകർച്ചാവസ്ഥ നേരിടുന്ന സ്ഥിതിയിലാണ്. ചുവരുകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളും ദ്രവിച്ചടർന്ന നിലയിലാണ്. അപകടാവസ്ഥയിലുള്ള കെട്ടിടം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലായിട്ട് നാളുകളേറെയായെന്ന് പറയുന്നു. രൂക്ഷമായ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്ന ഭാഗവും കൂടിയാണ് ഒല്ലൂർ സെന്റർ. മഴക്കാലമായതോടെ കെട്ടിടം തകർന്നു വീഴാനുള്ള സാധ്യത വർദ്ധിച്ചത് പൊതുജനങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ്. തൃശൂരിൽ നിന്ന് ദേശീയപാതയിലേക്കുള്ള പ്രധാന റോഡായതിനാൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പ്രതിദിനം കടന്നുപോകുന്നത്. അത്യന്തം ശോചനീയാവസ്ഥയിലുള്ള കെട്ടിടം നിലംപൊത്തിയാൽ വലിയൊരു ദുരന്തത്തിനാകും വഴിവെക്കുക. വാഹനയാത്രികർ കൂടാതെ കാൽനടയാത്രികർ ഉൾപ്പെടെയുള്ളവരെയും അപകടഭീതിയിലാക്കിയിരിക്കുകയാണ് ബന്ധപ്പെട്ട കെട്ടിടം. ദ്രവിച്ചു നിൽക്കുന്ന കെട്ടിടം എത്രയും വേഗം പൊളിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കാൻ നടപടി വേണമെന്നതാണ് തൃശൂർ മേയർക്ക് സമർപ്പിച്ച നിവേദനത്തിലൂടെ സുരേഷ് ചെമ്മനാടൻ ഉന്നയിക്കുന്ന ആവശ്യം. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കേന്ദ്ര ഊർജ്ജ വകുപ്പ് സഹമന്ത്രി ശ്രീപദ് നായിക് ദർശനം നടത്തി. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യെ സന്ദർശിച്ചതിന് ശേഷമായിരുന്നു പഴുവിൽ ക്ഷേത്ര ദർശനം. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് കേന്ദ്ര ഊർജ്ജ വകുപ്പ് സഹമന്ത്രി ശ്രീപദ് നായിക് പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. ക്ഷേത്രം തന്ത്രി ചെറുകുന്നത്ത് മന വിഷ്ണു നാരായണൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി മന്ത്രിയെ സ്വീകരിച്ചു. ക്ഷേത്രം ശ്രീകോവിലിന്റെ പുനരുദ്ധാരണത്തിനായി അദ്ദേഹം ചെമ്പോല സമർപ്പിച്ചു. ദേവസ്വം ഓഫീസർ PC വിഷ്ണു, പഴുവിൽ രഘുമാരാർ, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ മന്ത്രിക്ക് സ്വീകരണം നൽകിയ ചടങ്ങിൽ സംബന്ധിച്ചു. പഴുവിൽ ക്ഷേത്ര ദർശനത്തിനു ശേഷം രാത്രി 9 മണിയോടെ മന്ത്രി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി മടങ്ങി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സൈന്റിയ നോവ 2026 എന്ന പേരിൽ സ്കൂൾ തല ശാസ്ത്രമേള നടന്നു. 35 ഇനങ്ങളിലായി 600ഓളം വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിൽ പങ്കെടുത്തു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായാണ് സയന്റിയ നോവ 2026 എന്ന പേരിൽ സ്കൂൾ ശാസ്ത്രമേള സംഘടിപ്പിച്ചത്. വിവിധ രാസപദാർത്ഥങ്ങളെ സമന്വയിപ്പിച്ച് ജ്വലനത്തെ സഹായിക്കുന്ന ഓക്സിജൻ വാതകത്തെ പുറത്തുകൊണ്ടുവരുന്ന ശാസ്ത്രപരീക്ഷണം നടത്തി കൊടുങ്ങല്ലൂർ സയൻസ് പാർക്ക് ഡയറക്ടർ VS ശ്രീജിത്ത് മേള ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ NP ശിവൻ അധ്യക്ഷനായി. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മോഹനൻ വടക്കേടത്ത്, മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, ഡോക്ടർ മനോജ്, ക്ഷേമസമിതി പ്രസിഡന്റ് ഷാജു കളരിക്കൽ, മാതൃസമിതി പ്രസിഡന്റ് സുബിത എന്നിവർ സംസാരിച്ചു. 35 ഇനങ്ങളിലായാണ് സയന്റിയ നോവ ശാസ്ത്രമേള നടന്നത്. 35 ഇനങ്ങളിലായി 600ഓളം വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് അക്കിക്കാവിൽ KSRTC ബസ് ലോറിയിലും സ്കൂട്ടറിലും സൈക്കിളിലും ഇടിച്ച് അപകടം. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. കോഴിക്കോട് ഭാഗത്തു നിന്നും കുന്നുംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ് ഇടറോഡിൽ നിന്ന് അശ്രദ്ധമായി പ്രധാന റോഡിലേക്ക് കയറിയ സ്കൂട്ടറിനെ കണ്ട് വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിടുകയായിരുന്നു. തുടർന്ന് ബസ് സമീപത്തെ സിമന്റ് ഗോഡൌണിലേക്ക് ലോഡ് ഇറക്കാനെത്തിയ ലോറിയിലും സൈക്കിളിലും ഇടിച്ചു.
അപകടത്തിൽ സ്കൂട്ടർ യാത്രികനും സൈക്കിൾ യാത്രികനായ ലോട്ടറി വിൽപ്പനക്കാരനും പരിക്കേറ്റു. ഇരുവരെയും കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കെഎസ്ആർടിസി ബസ്, ലോറി, സ്കൂട്ടർ, സൈക്കിൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. വ്യാഴാഴ്ച രാത്രിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. ചാവക്കാട് പഞ്ചാരമുക്കിലെ മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. വ്യാഴാഴ്ച രാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അർദ്ധരാത്രി 12 മണിയോടെയാണ് മരക്കമ്പനിയിൽ തീ പടരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. വിവരമറിഞ്ഞയുടൻ ഗുരുവായൂർ, കുന്നംകുളം, നാട്ടിക എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. ഈരാറ്റുപേട്ട സ്വദേശി അഫ്സലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ മരക്കമ്പനി. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല. അമ്മാടം പാർപ്പക്കടവ് സ്വദേശി പടിഞ്ഞാറു വീട്ടിൽ രാമചന്ദ്രൻ കൈമൾ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,475 രൂപ, പവന് 1,07,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാറളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കാർഷികോൽപ്പന്ന സ്റ്റാളുകളും കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ബോധവത്കരണ ക്ലാസുകളും ഉൾപ്പെടുന്നതായിരുന്നു പരിപാടി. ഊരകം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും തൃശൂർ ജില്ലാ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. ഒല്ലൂർ സെന്ററിൽ തകർച്ചാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് നിവേദനം. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.